വർഷങ്ങൾക്ക് ശേഷം രജനികാന്തും കമലഹാസനും മണിരത്നം ചിത്രത്തിൽ. അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട് എന്നുള്ളതാണ് ഉത്തരമെങ്കിലും ഇതേക്കുറിച്ചാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണിരത്നം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിനിമയിലെ ഒരു അതികായം തന്നെയാണ്. അവരോടൊപ്പം രജനികാന്തും കമലഹാസനും മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ വരുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ അത് ശരിക്കും ഒരു ഇന്ത്യൻ സിനിമ തന്നെയാണ്. ഇതാ 37 വർഷത്തിന് ശേഷം രജനികാന്ത് കമലഹാസനും മണിരത്നത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് ആലോചിക്കണം. ദളപതിയിലൂടെയാണ് അവസാനം രജനികാന്ത് അഭിനയിച്ചത്. നായകനിലാണ് കമലഹാസൻ അഭിനയിച്ചതെന്ന് അറിയിക്കണം. അതിനിടയിൽ പല ചിത്രങ്ങളും അഭിനയിക്കാൻ അവസരം കിട്ടിയെങ്കിലും ഓരോരുത്തർക്കും ഓരോ വഴിയായിരുന്നു. മണിരത്നമാകട്ടെ അങ്ങനെ ചാടി പിടിച്ച് സൂകരപ്രസവം പോലെ സിനിമയൊന്നും ചെയ്യാറില്ല. നല്ല സിനിമകൾ സമയമെടുത്ത് അത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ശരി, അതൊരു മണിരത്നം സിനിമ തന്നെ. ഫിലിം ബൈ മണിരത്നം എന്ന് സത്യത്തിൽ എഴുതി കാണിക്കാൻ യോഗ്യതയുള്ളൊരു സംവിധാനം എന്ന് ആലോചിക്കണം. ആ സംവിധായകൻ്റെ കുറേ സിനിമകൾ വന്നുപോയി. ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസംബർ ഇന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും രജനികാന്ത് പടം ഈ ഡിസംബറിന് തുടങ്ങണമെന്നാണ് ആദ്യം വിചാരിച്ചത്. അത് ഡിസംബർ 12 രജനികാന്തിൻ്റെ ബർത്ത്ഡേ ആണ്. ആ ദിവസം ഷൂട്ടിംഗ് തുടങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും രജനികാന്ത് ഇടപെട്ട് തന്നെ മാറ്റി. കാരണം ആ ദിവസം മറ്റൊരു സിനിമ, രജനികാന്തിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഒരു ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലേക്ക് ഇതിന് ഷൂട്ടിംഗ് നീണ്ടു പോകുമെന്നാണ് പറയുന്നത്. പിന്നൊന്ന് കമലഹാസൻ്റെ സിനിമയാണ്. ഈ 2 നായകന്മാരെ വെച്ചാണ് പുതിയ സിനിമകൾ. അപ്പോൾ നമ്മൾ ദളപതിയിലെടുക്കുമ്പോൾ ആലോചിക്കുക, ദളപതിയിൽ രജനികാന്ത് ഉണ്ടായിരുന്നു, ഒപ്പം മത്സരിക്കാൻ മമ്മൂട്ടി ഉണ്ടായിരുന്നു. ആലോചിക്കണം, മമ്മൂട്ടി, രജനികാന്ത്, പിന്നെ ആദ്യമായി തമിഴ് സിനിമയ്ക്ക് പോയ മനോജ് ഖേനയിൽ നല്ല റോളായിരിക്കുന്നു. ശോഭനയും ശ്രീവിദ്യമായിരുന്നു അതിലത്തെ മലയാളി മുഖങ്ങൾ എന്ന് ആലോചിക്കണം. അപ്പോൾ പല പ്രാവശ്യം കണ്ട സിനിമകളാണ്, പല പ്രാവശ്യം കാണാൻ കൊതിച്ചവരുണ്ട് ആ സിനിമ. ഇപ്പോഴും ദളപതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെടുന്നതായിരിക്കും. അതിൻ്റെ 2ാം ഭാഗമാണ് വരാൻ പോകുന്നത് എന്നൊരു അണിയറ സംസാരമുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ലെങ്കിലും ഏകദേശം പറഞ്ഞു കേൾക്കും ദളപതി 2ാം ഭാഗം തന്നെയായിരിക്കും. 2ാം ഭാഗത്തിന് പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം ദളപതി ആർക്കും എപ്പോഴും ആസ്വദിക്കാവുന്നൊരു സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം എങ്ങനെയായിരിക്കും, അതൊരു ചോദ്യം തന്നെയാണെന്ന് ആലോചിക്കണം. അതൊക്കെ അവരുടെ രീതി. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലാവുമ്പോൾ മമ്മൂട്ടിയുടെ പേര് പുറത്തു വിട്ടിട്ടില്ല. മമ്മൂട്ടിയുടെ പേര് പുറത്തു വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെയും പേര് പുറത്തു വിട്ടിട്ടില്ല. ഈ 2 പേരും മണിരത്നത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചവരാണ്. സത്യം പറയുകയാണെങ്കിൽ മണിരത്നത്തിൻ്റെ ആദ്യത്തെ സിനിമ, മലയാളത്തിലെ ആദ്യത്തെ സിനിമ, അദ്ദേഹം ചെയ്ത സിനിമയിൽ 2ാമത്തെ സിനിമയാണ് മലയാള സിനിമ. ആദ്യം ചെയ്തതൊരു കന്നഡ സിനിമയാണെന്ന് ആലോചിക്കണം. ആ കന്നഡ സിനിമ കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ മനസ്സിലാക്കിയ NG ജോൺ, ജിയോ പിക്ചേഴ്സ് NG ജോണാണ് മലയാളത്തിലേക്കൊരു സിനിമ ചെയ്യാൻ ഇദ്ദേഹത്തെ ക്ഷണിച്ചത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒന്ന്, ഞങ്ങളൊക്കെ ആ ലൊക്കേഷനിൽ പോയപ്പോൾ രസകരമെന്ന് പറഞ്ഞാൽ മണിരത്നത്തിന് തമിഴ് അറിയാം, പക്ഷേ അതിൻ്റെ തിരക്കഥ എഴുതുന്നത് ടി ദാമോദര മാഷാണ്. ദാമോദര മാഷ് ഇങ്ങനെ വാരി വലിച്ചാണ് എഴുതുക. ഒരു ഡിസ്കഷൻ, ഭാഷ പ്രശ്നം തന്നെയാണത്. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ മണിരത്നത്തിന് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ആ സിനിമയിലെ നായകൻ മോഹൻലാലായിരുന്നു, നായിക സബിത ആനന്ദ്. ശരിക്കും അങ്ങനെ കൃഷ്ണചന്ദ്രൻ അടക്കമുള്ളവർ, ഉണ്ണിവേരി അടക്കമുള്ളവരെല്ലാവരും ആ സിനിമയ്ക്കുണ്ടായിരുന്നു. ആലോചിക്കണം, ആ സിനിമ വളരെ വൻ വിജയമായോ എന്ന് ചോദിച്ചാൽ മോശമായില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് മണിരത്നത്തിൻ്റെ കുഴപ്പമല്ല. മണിരത്നത്തിൻ്റെ ആദ്യത്തെ സിനിമ കണ്ടവർക്ക് ഉണരൂ എന്ന 2ാമത്തെ സിനിമ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ല. കാരണം അത് പറ്റില്ല എന്ന് പറയാൻ കാരണം വേണ്ട രീതിയിൽ തിരക്കഥ എഴുതാനോ പറയാനോ മണിരത്നത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത് തുടർന്ന് തമിഴ്നാട്ടിൽ പോയി. പിന്നെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ സംവിധായകനാണ് മണിരത്നം. ആലോചിക്കണം, അങ്ങനെയുള്ള മണിരത്നം ലാസ്റ്റായിട്ട് മോഹൻലാൽ, പിന്നെ വന്നത് ഇരുവർ,
അല്ലേ? ഇരുവർ എന്നുള്ള സിനിമയിലാണ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ എം ജി ആറിൻ്റെ റോള് അല്ല എന്ന് പറഞ്ഞാലും എം ജി ആറിൻ്റെ റോളിലാണ് മോഹൻലാൽ അഭിനയിച്ചത്. അന്ന് മോഹൻലാലിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ മോഹൻലാൽ ചില കണ്ടീഷൻസ് വെച്ചിരുന്നാലും ആ കണ്ടീഷൻസ് മണിരത്നം അംഗീകരിച്ചു എന്നാലോചിക്കണം. അംഗീകരിച്ചു മാത്രമല്ല, അത് അത്രമാത്രം നമുക്കിപ്പോൾ എന്ത് അനായസേന നമ്മൾ പറയില്ലേ, അനായസേന എത്ര അനായസേനയാണ് മോഹൻലാൽ അഭിനയിച്ചത് എന്ന് പറഞ്ഞവരുണ്ട്. അനായസേനൊന്നല്ല, ആ ഭാഗം നോക്ക്. ത്രൂഔട്ട് രണ്ട് പ്രഗത്ഭ നടന്മാരെന്ന് ആലോചിക്കണം. ആ രണ്ട് കഥാപാത്രം കരുണാനിധിയെയും എം ജി ആറിനെയും പ്രതികരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് രണ്ട് പ്രഗത്ഭ നടന്മാർ അഭിനയിച്ചതെന്ന് ആലോചിക്കണം. എങ്ങനെയിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള സിനിമയിൽ ചെയ്തതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ പേര് പുറത്തു വിടണ്ട, അതൊരു തുരുപ്പ് ചീട്ടായിട്ടിരിക്കട്ടെ എന്ന രീതിയിലാണ് ഈ സിനിമയുടെ വർക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ വാർത്ത, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ വാർത്ത അനുസരിച്ച്, ഇടയ്ക്ക് പറയട്ടെ കേട്ടോ, ഇവരുടെ വാർത്തകൾ, സിനിമയുടെ വാർത്തകൾ ഒന്നും പുറത്തു പോകാൻ സാധ്യതയില്ല എന്നാലോചിക്കണം. ഞങ്ങൾ തന്നെ ആദ്യം ഇവിടെ ഉണരൂ കഴിഞ്ഞിട്ട് മണിരത്നം ചെയ്യുന്ന തമിഴ് പടമുണ്ടായിരുന്നു. അത് രേവതിയായിരുന്നു അതിൽ നായകൻ, മോഹൻരാജായിരുന്നു അതിലത്തെ നായകൻ. അപ്പോൾ ഞങ്ങൾ അന്ന് ചെന്നിട്ട് ഈ പരിചയത്തിൻ്റെ പേരിൽ അന്ന് ചെന്നിട്ട് പോലും ലൊക്കേഷനിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറ്റി ഇൻ്റർവ്യൂ അതൊക്കെ വേറെ കാര്യം, പിന്നെ സജീവായി. പക്ഷേ പിന്നീട് നമുക്കൊരിക്കലും അവരുടെ സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകാനോ കഥ കേൾക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അത്രയും രഹസ്യ സ്വഭാവത്തോടെയാണ് മണിരത്നം അടക്കമുള്ളവർ തങ്ങളുടെ സിനിമ ഷൂട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ അനുകരണമാണ് പിന്നീട്, വൃത്തികെട്ട അനുകരണമാണ് പിന്നെ മലയാള സിനിമയിൽ വന്നതെന്ന് ആലോചിക്കണം. എന്തിന് ഷർട്ടിൻ്റെ കളർ പോലും പറയാൻ പറ്റില്ല, കഥാപാത്ര പേര് പറയാൻ പറ്റില്ല, മുടി നിറച്ചതാണെന്ന് പറയില്ല. അതായത് അത് മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ പുറത്ത് പറയാൻ പറ്റുമോ? അങ്ങനെ മോഷണ കഥകളും മോഷണ വേഷങ്ങളുമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ പത്രക്കാർക്കോ മാധ്യമപ്രവർത്തകർക്കോ പ്രവേശനം ഉണ്ടായില്ല. മാത്രമല്ല, ഇന്ന് സിനിമ ഭരിക്കുന്നത് പ്രൊഡ്യൂസറോ സംവിധായകനോ അല്ല, ചില നടന്മാരാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവർ കൊടി കുത്തി വാഴുന്ന കാലത്ത് ഏകാധിപതികളായി അവർ വാഴുമ്പോൾ ഇത്ര അബദ്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് മണിരത്നം സംബന്ധിച്ച അബദ്ധമല്ല. തൻ്റെ സിനിമയിലെ പാട്ട് പോലും ഇപ്പോൾ എ ആർ റഹ്മാനെ കൊണ്ടുവന്നപ്പോൾ എ ആർ റഹ്മാൻ ഉണ്ടാക്കിയ മ്യൂസിക് തരംഗം, ആ മ്യൂസിക് മണിരത്നത്തിൻ്റെ സിനിമയ്ക്കുണ്ടായ നേട്ടങ്ങൾ, അതൊക്കെ നേട്ടങ്ങൾ തന്നെയാണെന്ന് ആലോചിക്കണം. വെറുതെയല്ല ഒരു പാട്ടിന് 3 കോടി രൂപ റഹ്മാൻ വാങ്ങുന്നു. 3 കോടി രൂപയോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നു. അങ്ങനെ പണം വെറും ആ പണത്തിനുള്ള സാധനം നമുക്ക് തരുന്നുണ്ട്. മണിരത്നം ശരിക്കും വർക്ക് ചെയ്തിട്ടാണ് തൻ്റെ ഓരോ സിനിമയും ചെയ്യുന്നത്. എന്നാൽ ആ സിനിമയൊക്കെ ഇന്ത്യൻ സിനിമകളിൽ മികച്ചതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമ മികച്ചതായിരുന്നു. പക്ഷെ അത് വിലയിരുത്തുന്നവരുടെ രീതിക്കനുസരിച്ചാണ്, മാർക്കിടുന്നതനുസരിച്ചാണ് ആ സിനിമകൾക്ക് അതിൻ്റെതായ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവുമെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഈ 2 വരാനിരിക്കുന്ന കമലഹാസൻ്റെയും ഈ രജനീകാന്തിൻ്റെയും സിനിമ വേറൊരു പുതിയ നമ്മൾ നവ്യാനുഭൂതി എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ ഉള്ളൊരു അനുഭൂതി ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും. മമ്മൂട്ടിയും മോഹൻലാലും എന്തായാലും ഈ സിനിമ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. മമ്മൂട്ടിയുടെ പേരും മോഹൻലാലിൻ്റെ പേരും പ്രത്യേകം പറഞ്ഞിരിക്കുന്നതും സുഹാസിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും ഒരു മലയാളി തരംഗം കൂടി ആ സിനിമകളിൽ ഉണ്ടാകട്ടെ.